നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ ഹരിയുടെ കുടുംബം ഒരു കണിയെടുക്കുമ്പോ നമ്മുടെ കുടുംബം ഒരു കണിയെടുക്കുന്നു അല്ലേ? ആയിക്കോട്ടെ. ഈ മത്സരം എങ്ങനെയെങ്കിലും ജയിക്കണം. അച്ഛന്റെ കയ്യിൽ നിന്ന് ആ 1,00,000 രൂപ വാങ്ങിച്ചേ പറ്റൂ. കുറെ കാലോ അതെന്താ വിഷു ആഘോഷിച്ചിട്ട് കുറെ കാലം? അത് മോള് പറഞ്ഞത് ജീവ. സാധാരണ വിഷു ആഘോഷിക്കുമ്പോഴേ ഞങ്ങള് മാത്രല്ലോ ഉണ്ടാവൂ. നമുക്ക് ആഘോഷിക്കണം അപ്പൂപ്പ. നല്ല രസമല്ലേ? പിന്നെ നല്ല രസമാണെന്ന് മാത്രമല്ല ഗംഭീരായിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും. അല്ല സുജാതയ്ക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അമ്മേ, നമുക്ക് എല്ലാവർക്കും കൂടെ വിഷു ആഘോഷിക്കാന്ന അമ്മാവൻ പറഞ്ഞത്. അമ്മയ്ക്ക് എതിരഭിപ്രായം വല്ലതുണ്ടോ? എല്ലാവരുടെയും സന്തോഷമല്ലേ അമ്മ ആഗ്രഹിക്കുന്നത്? അതെ. അതെ, വിഷുവിന്റെ കാര്യങ്ങൾ എന്താ വേണ്ടെന്ന് അമ്മാവൻ പറഞ്ഞാൽ മതി. ഓ, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇത്തവണത്തെ പ്രധാന സംഘാടകൻ ഞാനാ. ഈ വിഷു ഓണം എന്നൊക്കെ പറഞ്ഞാല് മത്സരങ്ങളുടെ സമയമാണ്. അതെ. പണ്ടൊക്കെ കുടുംബങ്ങൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു മത്സരങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ അത് നാട്ടിലെ ക്ലബുകളും സംഘടനകളും ചെറിയ ചെറിയ മത്സരങ്ങളാക്കി മാറ്റി. ശരിയാ. നമുക്ക് മത്സരത്തിന് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രം മതി. അല്ല, വിഷുവിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വിഷുക്കണിയാണല്ലോ. നമുക്ക് വിഷുക്കണി തന്നെ തുടങ്ങാം. അമ്മാവന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതിന്റെ ഇടയിൽ ഇനി മത്സരം കൂടി നടത്താത്തതിന്റെ കുറവേ ഉള്ളൂ. എന്താ ഹരിസാർ ഇത്? കാരണവന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? രണ്ടു കുടുംബക്കാർക്കേ മത്സര ബുദ്ധിയോടെ ഒരു വിഷുക്കണി ഒരുക്കാം. ഒരേ വീട്ടിലെ 2 മുറിയിലായിട്ട് മതി. എന്നിട്ട് ഏറ്റവും മികച്ചത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ വെറുതെ വിഷുക്കണി വെച്ചിട്ട് എന്താ കാര്യം? സമ്മാനമൊന്നുമില്ലേ? സമ്മാനം വേണം. സമ്മാനം അത് പിന്നെ ഇല്ലേ? എന്റെ വക ഏറ്റവും നല്ല കണിക്ക് 1,00,000 രൂപ സമ്മാനമുണ്ട്.
1,00,000 രൂപ സമ്മാനോ? ആ നീ നീ 1,00,000 രൂപ അത് മുമ്പ് കേട്ടിട്ടില്ലേ? 1 5 0. ആഹാ, എങ്കിൽ ഞാൻ റെഡി. ആ അതിനിവിടെ പാര മാറി നിൽക്കുന്നേ. ഞങ്ങളും റെഡിയാ. ഹാ. അപ്പോ ഹരിയുടെ കുടുംബം ഒരു കണിയെടുക്കുമ്പോ നമ്മുടെ കുടുംബം ഒരു കണിയെടുക്കുന്നു അല്ലേ? ആയിക്കോട്ടെ. ഈ മത്സരം എങ്ങനെയെങ്കിലും ജയിക്കണം. അച്ഛന്റെ കയ്യിൽ നിന്ന് ആ 1,00,000 രൂപ വാങ്ങിച്ചേ പറ്റൂ. അല്ല, നിത്യമോളൊന്നും പറഞ്ഞില്ല. എല്ലാം അമ്മോൻ തീരുമാനിച്ചില്ലേ? ആ ആ ശരി, എങ്കിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ കണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. എന്നാ പിന്നെ ജ്യോതി വാ, ഞങ്ങൾ കണിക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ട് വരാം. വാ. ഹരിയേട്ടാ, സാധനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കണ്ടേ? പിള്ളേരെയും കൂട്ടി വന്നേ. വാ വാ കല്യാണി, അതി വാ വാ ഹരിയേട്ടാ, നടക്ക്. എന്താ രാമകൃഷ്ണേട്ടാ ഇത്? എല്ലാം അറിഞ്ഞിരുന്നോണ്ട്. സുജാതെ, കാലം നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് സന്തോഷിക്കാന്ന് വിചാരിച്ചാല് അതിൽ പരം ഒരു മണ്ടത്തരമില്ല. ജീവിതത്തിന്റെ തല്ലും തല്ലോടലും ഒരുമിച്ച് അനുഭവിച്ചേ പറ്റൂ. തൽക്കാലം വിഷുവിന്റെ എന്തെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് മറക്കാം. അല്ലേ നിത്യമോളെ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? അല്ല, നിത്യം എന്തേ മാറി നിൽക്കുന്നേ? ദേ മത്സരത്തിൽ നമ്മുടെ കുടുംബം തോറ്റുപോയാലേ എല്ലാവർക്കും നാണക്കെടാ. അമ്മ മാറി നിൽക്കുന്നുണ്ടോ നിത്യം മാറി നിൽക്കുന്നേ? അമ്മ പറഞ്ഞല്ലേ എല്ലാം മറന്ന് സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കാൻ. അമ്മ വന്നേ, വന്നേ, വാ. നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അയ്യോ, ഒരു കാര്യം മറന്നു, പോരാം. ജ്യോതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.